ശശി തരൂരിനെ CPM-ൽ എത്തിക്കാനായിട്ട് MA യൂസഫ് അലി ശ്രമിച്ചോ? അങ്ങനെ ശ്രമിച്ചില്ല എന്നിപ്പോൾ യൂസഫ് അലി പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചിട്ടുണ്ട്. താൻ അങ്ങനെ ശശി തരൂരിനെ CPM-ൻ്റെ പാളയത്തിലെത്തിക്കാൻ വേണ്ടി ഒരു ശ്രമവും നടത്തിയിട്ടില്ല എന്ന് യൂസഫ് അലി പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, സാധാരണഗതിയിൽ താൻ ശശി തരൂരിനെ കാണുന്ന ഒരാളാണ്. പക്ഷേ ഈ പ്രാവശ്യം അദ്ദേഹം അവിടെ ഗൾഫിൽ ചെന്നിട്ട് കണ്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ശരിക്കും എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ശ്രമിച്ചു എന്നൊരു ആരോപണം വന്നത്? എന്ത് പശ്ചാത്തലത്തിലാണ്? എന്ത് പശ്ചാത്തലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ശശി തരൂരുമായി ബന്ധപ്പെട്ട് ഒരുപാട് പൊളിറ്റിക്കൽ സ്പെക്കുലേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ അഭ്യൂഹങ്ങൾ ഒരുപാടുണ്ട്. അദ്ദേഹം ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ച് കഴിയുമ്പോഴേക്കും ഉടനെ തന്നെ ഇദ്ദേഹം മോദിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ഒരു പ്രചരണം വരുന്നത് സ്വാഭാവികമായിട്ടാണ്. മോദി ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹം മോദി ഭക്തനാണ് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാരെല്ലാവരും കൂടി വഴക്കുണ്ടാക്കും. പക്ഷെ അദ്ദേഹത്തിന് ജനാധിപത്യത്തെക്കുറിച്ചും മറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റേതായ സങ്കല്പങ്ങളുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രതിപക്ഷം എന്ന് പറയുന്ന പാർട്ടി എപ്പോഴും ഗവൺമെൻറ്റിനെ എതിർത്തുകൊണ്ടിരിക്കുക എന്നത് മാത്രം ചെയ്താൽ പോരാ. ഗവൺമെൻറ് ചില നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാണ് എന്ന് പറയുകയും അതിനെ അംഗീകരിക്കുകയും വേണം എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അത്തരമൊരു വാദഗതി കോൺഗ്രസ്സിലെ രാഹുൽ ഭക്തന്മാർക്ക് സ്വീകാര്യമല്ല. കാരണം രാഹുൽ ഭക്തജന സംഘത്തിന് ഒറ്റ അജണ്ടയുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ മോദിയെ വിമർശിച്ചുകൊണ്ടേയിരിക്കണം. മോദി കള്ളനാണ്, ചൗക്കിദാർ ചോർഹെ എന്ന് പറഞ്ഞ് ആദ്യം അതായിരുന്നു കുറേ കാലം. കള്ളനാണ് എന്ന് പറയുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ വോട്ട് ചോരിയിലാണ് വന്നു നിൽക്കുന്നത്. അപ്പോൾ ഈ വോട്ട് ചോരി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ UDF ഇവിടെ തൂത്തുവാരി ജയിച്ചത്. അപ്പോൾ അത് വോട്ട് ചോരിയാണോ? അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഈ വോട്ട് ചോരി പ്രചാരണത്തിന് പോയ കോൺഗ്രസിൻ്റെ നേതാക്കൾ ആരും തന്നെ ഇവിടെ ജയിച്ചത് വോട്ട് ചോരി കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടില്ല. വോട്ട് ചോരി വരുന്നതിന് മുൻപ് വന്നിരുന്നൊരു കാര്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, EVM ശരിയല്ലെന്നാണ്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ശരിയല്ല. ആ വോട്ടിംഗ് മെഷീൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇവർക്കിത് പറ്റുന്നതെന്നാണ്. ചില സ്ഥലങ്ങളിൽ അവർ ജയിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് മിണ്ടാതെയായി. ഇങ്ങനെ യാതൊരു ലെവലുമില്ലാതെ എന്തെല്ലാം പറയാമോ അതെല്ലാം വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന നിലക്ക് പാടി നടക്കുന്ന ഒരു നാടൻ കോതയല്ല, ഒരു മറുനാടൻ കോതയായി രാഹുൽ ഗാന്ധി മാറുന്ന സന്ദർഭത്തിലാണ് അങ്ങനെയല്ല ചെയ്യേണ്ടത്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സംവാദത്തിൻ്റെ വേദിയാണ്, നമുക്ക് ഡിസെൻറ്റ് ചെയ്യാം. പക്ഷേ പാർലമെൻറ്റിൻ്റെ ചർച്ചാ സമ്മേളനങ്ങളിൽ അതെല്ലാം വരണം. അത്തരം കാര്യങ്ങൾ പാർലമെൻറ്റിൻ്റെ രേഖകളിലുണ്ടാകണം. കാരണം പാർലമെൻറ്റിൻ്റെ രേഖകൾ ഒരു രാജ്യത്തിൻ്റെ ചരിത്രമാണ്. ഒരുപക്ഷെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു സംഭവം നടന്ന സമയത്ത് എന്താണ് പാർലമെൻറ്റിൽ നടന്നത് എന്ന് നോക്കുന്ന ഒരു വിദ്യാർത്ഥി, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക്, ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് ആ രേഖകളൊന്നും കിട്ടില്ല. അവരെല്ലാവരും ഇറങ്ങിപ്പോയി ബഹളം വെച്ചു എന്ന് മാത്രമാണ് കിട്ടുന്നത്. അതങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടപെടേണ്ട കാര്യങ്ങളിൽ ഇടപെടുകയും വിയോജിക്കേണ്ട കാര്യങ്ങളിൽ വിയോജിക്കുകയും യോജിക്കേണ്ട കാര്യങ്ങളിൽ യോജിക്കുകയും വേണം. അതാണ് ജനാധിപത്യത്തിൻ്റെ രീതി എന്ന് ഇദ്ദേഹം കരുതുന്നു. അതല്ല മോദിയെ എല്ലായിടത്തും എതിർക്കുക എന്നതാണ് ജനാധിപത്യത്തിൻ്റെ ഉത്തമ മാതൃക എന്ന് രാഹുൽ ഭക്തജന സംഘവും കരുതുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു റിഫ്റ്റ് കോൺഗ്രസ്സിനകത്ത് കുറേ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ പേരിൽ ഇയാൾ ഒരിക്കലും ഇയാളുടെ അഭിപ്രായത്തിനൊരു മാറ്റം വരുത്തിയിട്ടില്ല. അയാൾ എന്ത് പ്രശ്നം വന്നാലും അയാളുടെ അഭിപ്രായം തുറന്നു പറയുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ ആ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അയാൾ പല കാര്യങ്ങളിലും മോദിയെ വിശേഷിച്ചും വിദേശ നയത്തിൻ്റെ കാര്യത്തിൽ നമ്മളെപ്പോഴും രാഷ്ട്രത്തിനോടൊപ്പം നിൽക്കണമെന്നാണ് ഒരു ഡിപ്ലോമാറ്റിക് കോറിൽ ഒരുപാട് കാലം ജോലി ചെയ്തിട്ടുള്ള ശശി തരൂർ പറയുന്നത്. പക്ഷേ വിദേശത്ത് പോയിട്ട് ഇന്ത്യയെ ഇകഴ്ത്തി സംസാരിക്കുന്നതാണ് പ്രതിപക്ഷ ധർമ്മം എന്നാണ് രാഹുൽ ഗാന്ധി നിശ്ചയിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യരുത് എന്ന് ഇദ്ദേഹം പറഞ്ഞു. അപ്പോൾ അകത്തും പുറത്തും സുപ്രധാനമായ കാര്യങ്ങളിൽ, അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ
അഭിപ്രായങ്ങൾ പറയുകയും ആ അഭിപ്രായങ്ങളിൽ തൻ്റെ വ്യത്യസ്തമായ നിലപാട് അറിയിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ശശി തരൂർ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും വ്യാപകമായി ചർച്ച നടന്നു വെച്ചാൽ ശശി തരൂർ BJPയിലേക്ക് വന്നു, ശശി തരൂർ കേന്ദ്രമന്ത്രിയാകുന്നു, ശശി തരൂർ ഡിപ്ലോമാറ്റിക് കോറിലേക്ക് പോകുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ശശി തരൂർ രാജിവെക്കുന്നു. ശശി തരൂരും 2 MP-മാരും ഇത് BJPയിൽ ചേരുന്നു. പക്ഷേ ഇങ്ങനെ പറയുന്നവർക്ക് ഇപ്പോഴത്തെ നമ്മുടെ പാർലമെൻ്ററി സംവിധാനത്തിലെ നിയമപ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഇത് നഷ്ടപ്പെട്ടില്ലേ. അവർക്ക് MP-മാരായിട്ട് പിന്നെ പോകാൻ പറ്റില്ലല്ലോ. MP സ്ഥാനം രാജിവെച്ചിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ 2 പേരായിട്ട് രാജിവെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2 പേരായിട്ട് കാല് മാറിക്കഴിഞ്ഞാൽ അവരുടെ അവകാശം പോയില്ലേ, അവർ ശിക്ഷിക്കപ്പെടില്ലേ. ഇതൊന്നും അറിയാതെയാണ് നമ്മുടെ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇത് കേൾക്കുന്നത് BJPയുടെ ചർച്ച ഏതാണ്ട് അവസാനിപ്പിച്ചിട്ട് ഇതേ വിഭാഗം തന്നെ നേരെ തിരിച്ച് ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ CPMലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ചാൻസസ് ഉണ്ട്. കാരണം BJPയേക്കാൾ കൂടുതൽ സാധ്യത അദ്ദേഹത്തിന് CPMൽ പോകാനാണ് ചാൻസ് കൂടുതൽ. കാരണം അദ്ദേഹത്തെ ഒരു പ്രമുഖ സ്ഥാനാർത്ഥിയാക്കി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് രാജിവെക്കാൻ പ്രയാസമൊന്നുമില്ല. രാജിവെച്ചിട്ട് അദ്ദേഹം ജയിക്കുന്ന ഒരു അസംബ്ലി സീറ്റിൽ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കേരളത്തിൽ നിൽക്കാം, കേരളത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാം. ഒപ്പം തന്നെ അദ്ദേഹത്തിന് ഇത് ജയിക്കുകയാണെങ്കിൽ മന്ത്രിയോ ചിലപ്പോൾ മുഖ്യമന്ത്രിയോ വരെയൊക്കെ ആകാനുള്ളൊരു സ്കോപ്പ് അദ്ദേഹത്തിന് കിട്ടും എന്നാണ് ഈ തിയറി പ്രചരിപ്പിക്കുന്നവരുടെ അഭിപ്രായം. അപ്പോൾ അതിനാരാണ് സംസാരിച്ചത് എന്ന ചോദ്യം വരുമല്ലോ. അപ്പോൾ ഈ അടുത്ത കാലത്ത് അദ്ദേഹം സംസാരിക്കാനിടയുള്ള ഒരാൾ യൂസഫ് അലിയാണ്. കാരണം യൂസഫ് അലി എല്ലാ രാഷ്ട്രീയക്കാർക്കും സർവ്വസ്വീകാര്യനാണ്. യൂസഫ് അലി കോൺഗ്രസ്സിന് സ്വീകാര്യനാണ്, യൂസഫ് അലി CPMന് സ്വീകാര്യനാണ്. അങ്ങനെ കോൺഗ്രസ്സിനും CPMനും ഒരുപോലെ സ്വീകാര്യനായ യൂസഫ് അലിയെ ഇടനിലക്കാരനാക്കി ഇത് ചർച്ച നടത്തി എന്ന് പറഞ്ഞതിന് കുറച്ചും കൂടി വിശ്വാസ്യത കൈവരും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടന്നിരിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇന്നിപ്പോൾ യൂസഫ് അലിക്ക് തന്നെ അത് ഇറങ്ങി നിഷേധിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ പ്രചാരണം എത്ര ശക്തമായിരിക്കണമെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. എന്ന് മാത്രമല്ല, യൂസഫ് അലിയെ ഒരു പക്ഷേ UDFകാർ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാം. അടുത്ത് ഭരിക്കാൻ പോകുന്നത് അങ്ങനെയല്ല അവർ കരുതുന്നത്. അടുത്ത് ഭരിക്കാൻ പോകുന്നത് ഞങ്ങളാണ്, ഞങ്ങളുടെ ഭരണം വന്നു കഴിഞ്ഞാൽ തന്നെ ശരിപ്പെടുത്തി കളയുന്ന വല്ലതും പറഞ്ഞു കാണാം. അതിൻ്റെ അടിസ്ഥാനത്തിലും ആകാം യൂസഫ് അലിയുടെ ഈ മനംമാറ്റം. ഇനി അഥവാ യൂസഫ് അലി അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല. ഇപ്പോഴും നമുക്ക് ഉറപ്പില്ല. യൂസഫ് അലിയുടെ വാക്കുകൾ മാത്രമാണുള്ളത്. പക്ഷെ അത് സമ്പൂർണ്ണമായി ശരിയാകണം എന്നുണ്ടോ? അങ്ങനെ ഒരു ചോദ്യത്തിനും കൂടി പ്രസക്തിയില്ലേ? അതെ. പിന്നെ ഈ ശശി തരൂർ ഒരു സ്പെഷ്യൽ ബ്രാൻഡ് ഓഫ് പൊളിറ്റീഷ്യനാണ്. സാധാരണ രാഷ്ട്രീയക്കാരിൽ നിന്നൊക്കെ അദ്ദേഹം വളരെ വ്യത്യസ്തനാണ്. അദ്ദേഹം എഴുത്തുകാരനാണ്, അദ്ദേഹം വാഗ്മിയാണ്. കേരളത്തിൽ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന പ്രഭാഷകൻ ശശി തരൂരാണ്. ലക്ഷങ്ങൾ കൊടുക്കണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാമിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കിട്ടണമെന്നുണ്ടെങ്കിൽ. മാത്രമല്ല, അദ്ദേഹം സ്ഥിരമായിട്ട് അനേകം പത്രങ്ങളിൽ പംക്തികൾ എഴുതുന്നുണ്ട്, അനേകം. അതിലൊരെണ്ണമാണ് ഇടയ്ക്കിടയ്ക്ക് മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച് വരുന്നത്. ചിലപ്പോഴേക്ക് ഇദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വരുന്നു. അദ്ദേഹം ഇതിന് മലയാളത്തിൽ വേണ്ടി എഴുതി കൊടുക്കുന്നതല്ല, ഇംഗ്ലീഷിൽ എഴുതുന്ന സാധനത്തിൻ്റെ മലയാള പരിഭാഷയാണ് ആ വരുന്നത്. അത് അല്ലാതെ അപ്പോൾ അതെല്ലാം വിവിധ വിഷയങ്ങളെക്കുറിച്ചാണ്. അദ്ദേഹം രാഷ്ട്രീയത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരാളല്ല. വിശേഷം സ്റ്റേറ്റ് പൊളിറ്റിക്സിനെ കുറിച്ച് അദ്ദേഹം അങ്ങനെ കാര്യമായിട്ട് സംസാരിക്കാറുമില്ല. അപ്പോൾ ആ സ്ഥിതിക്ക് ഇദ്ദേഹം ഇത്തരത്തിലുള്ളൊരവസ്ഥയിലിരിക്കുന്ന ഒരാൾ ഇതൊക്കെ വേണ്ട എന്ന് വെച്ചിട്ട് ഇനി ഇടതുപക്ഷത്തേക്ക് പോകും എന്ന് കരുതാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട് അതിനകത്ത്, അല്ലേ? അതെ. പക്ഷെ അപ്പോൾ അതിന് അവരുടെ ഒരു മറുവാദമുണ്ട്. ആ മറുവാദം എന്താണെന്ന് വെച്ചാൽ അയാൾക്കിപ്പോൾ അയാളെ ഈസി ആയിട്ട് പ്രതിപക്ഷത്തിന് രാജ്യസഭയിലേക്ക് എടുക്കാൻ പറ്റും കേരളത്തിൽ നിന്ന്. അപ്പോൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം രാജ്യസഭയിലുണ്ടാകും. രാജ്യസഭയിൽ അദ്ദേഹത്തിന് ഇരിക്കാനും പറ്റും. അപ്പോൾ പാർലമെൻ്ററി ഡിബേറ്റിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെയും കാണും എന്നാണ് ഇതിനൊരു മറുവാദമായിട്ട് ഉന്നയിക്കുന്നത്. പക്ഷേ ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അഭ്യൂഹങ്ങളുടെ തലത്തിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇത് എങ്ങനെയാണ് ഇവർ വളരെ പെട്ടെന്ന് ഈ വാർത്ത പ്രചരിപ്പിച്ചിരുന്നവർ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് BJPയിലേക്ക് വരുന്നു എന്നാണ്.
എങ്ങനെയാണ് ഈ വാർത്ത പ്രചരിപ്പിച്ചിരുന്നവർ ഇപ്പോൾ വളരെ പെട്ടെന്ന് BJP യിൽ നിന്ന് മാറിയിട്ട് CPM-ലേക്ക് ഫോക്കസ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനൊരു കാരണം ഉണ്ടാകണമല്ലോ. ആ കാരണം എന്താണെന്ന് അറിയില്ല. ഇത്രയും കാലം ഇവരെല്ലാം എന്തൊരു പ്രചരണം വരുന്നത് നിങ്ങൾക്കറിയാം. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാലും, സോഷ്യൽ മീഡിയയിൽ അല്ലാത്ത മീഡിയയിലും തരൂരിന് ഇങ്ങനെ അഭ്യൂഹങ്ങൾ എന്ന് പറഞ്ഞ് വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഈ അഭ്യൂഹം ഉണ്ടായിരുന്നില്ല. ദാപ്പത ഇന്ന് വേറൊരു അഭ്യൂഹം വന്ന് ആ അഭ്യൂഹം ഇപ്പം നിഷേധിക്കേണ്ടി വന്നു. BJP വേണ്ടി ഇതാരും നിഷേധിക്കുന്നില്ല, അദ്ദേഹവും നിഷേധിക്കുന്നില്ല. പക്ഷേ ഇത് കാണിക്കുന്നൊരു കാര്യമുണ്ട്. അതെന്താണെന്നറിയാമോ? അത് കോൺഗ്രസ്സിനകത്തുള്ള ആഭ്യന്തര കലഹമാണ് കാണിക്കുന്നത്. കോൺഗ്രസ്സിനകത്തുള്ള എല്ലാവരും തന്നെ ശശി തരൂരിൻ്റെ സാന്നിധ്യത്തെ ഭയക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശശി തരൂർ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവർക്കെന്തോ വല്ലാത്ത ഭയമുണ്ട്. ശശി തരൂർ ഒരു പൊട്ടൻഷ്യൽ ചീഫ് മിനിസ്റ്റീരിയൽ കാൻഡിഡേറ്റാണ്. അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ചീഫ് മിനിസ്റ്റീരിയൽ കാൻഡിഡേറ്റിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഉന്തിത്തള്ളി പുറത്താക്കണം എന്നുള്ളത് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ മാത്രമല്ല, എല്ലാ ഉണ്ണിത്താന്മാരുടെയും ഒരുപോലെയുള്ള ഒരാഗ്രഹമാണ്. ആ ആഗ്രഹത്തിൻ്റെ ഫലവും കൂടി ആകാം ഇത് എന്നാണ് ഞാൻ കരുതുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. ചാനലിനുള്ളിലേക്ക് പ്രവേശിക്കുക. അവിടെ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്തുക. ഒപ്പം ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ നിങ്ങൾക്ക് കൃത്യമായി നോട്ടിഫിക്കേഷൻ ലഭിക്കും. ചാനലിലെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.